നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 782nd day. Today, 4th sloka of Pradhamaskandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 782ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 8ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ശ്ലോകം. സ്വാന്തയാമാസ മുനിഭിർ ഹതബന്ധൂൻ സുജാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. ഓം തത്സത്. സ്വാന്തയാമാസ മുനിഭിർ ഹതബന്ധൂൻ സുജാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സ്വാന്തയാമാസ സാന്ത്വയാമാസ മുനിഭി ഹതബന്ധൂൻ സുജാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയാം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. സ്വാന്തയാമാസ സമാധാനിപ്പിച്ചു, മുനികളോട് കൂടിയ, ഹതബന്ധൂൻ ഹനിക്കപ്പെട്ട ബന്ധുക്കളോട് കൂടിയവരെയും, സുജാർപ്പിതാൻ ദുഃഖത്തോടു കൂടിയ, ഭൂതേഷു ഭൂതങ്ങളിൽ, കാലസ്യ ഗതിം കാലത്തിൻ്റെ ഗതിയെ, ദർശയൻ കാട്ടിക്കൊടുക്കുന്നവനായിട്ട്. ഇങ്ങനെയാണ് ദർശയൻ അപ്രതിക്രിയ തടുക്കാൻ കഴിയാത്തതായ, അതായത് ഈ കാലത്തിൻ്റെ തടുക്കാൻ കഴിയാത്തതായിട്ടുള്ള ഗതിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ദുഃഖിച്ചിരിക്കുന്ന ഹനിക്കപ്പെട്ട ബന്ധുക്കളോട് കൂടിയ, മരണം വരിച്ച ബന്ധുക്കളോട് കൂടിയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന സർവരെയും ഭഗവാൻ സമാധാനിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗാന്ധാരി, പുത്രശോകത്താൽ വിഷമിക്കുന്ന ഗാന്ധാരി, ധൃതരാഷ്ട്രർ, കുന്തി, പാഞ്ചാലി, മറ്റ് പാണ്ഡവന്മാർ, മുനിമാർ എല്ലാവരെയും കാലത്തിൻ്റെ ഗതിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാലഗതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ശ്രീകൃഷ്ണ ഭഗവാൻ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു എന്നാണ് സ്വാന്തയാമാസം സമാധാനിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന സർവരും ദുഃഖിതരായിരുന്നു. ഒരു യുദ്ധം നടന്നാൽ എല്ലാവർക്കും ഒരുപോലെ ജയിച്ചവരുടെ ഭാഗത്തും തോറ്റവരുടെ ഭാഗത്തും ഒരുപോലെ ദുഃഖമായിരിക്കും. എന്നാൽ രണ്ട് ഭാഗത്തും ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്രകാരം ബന്ധുക്കളെ നഷ്ടപ്പെട്ട എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലത്തിൻ്റെ ഗതിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, കാലഗതി കൊണ്ടാണ് ഇപ്രകാരം എല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ജനനം മരണം എന്ന് ഉള്ളത് എല്ലാ ഭൂതങ്ങൾക്കും പ്രാണികൾക്കും തടുക്കാൻ കഴിയാത്ത കാലഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അവരെയൊക്കെ സമാധാനിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സൂതൻ ശൗനകാദികളോട് പറയുകയാണ് അവിടെ നടന്ന, കുരുക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ. അത് പരീക്ഷത്തിന് ശുഗമുനി പറഞ്ഞു കൊടുക്കുന്നത്
സൂതൻ കേട്ട് സൂതൻ കലികാലദോഷം അകറ്റുവാനായിട്ട് ശൗനകാദികൾക്ക് നൈമിശാരണ്യത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. ശ്ലോകം ഒരിക്കൽ കൂടി. സാന്ത്വയാമാസ മുനിഭിർ ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്നപതിക്രിയാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.